എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, എനിക്ക് വേണ്ടി വെയിലുകൊണ്ട് വീട് കയറി വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും നിങ്ങൾക്ക് പലകുളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് തവനൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ KSU പ്രവർത്തകനായിട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു KSU പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ VV പ്രകാശ് 2011 ഈ നിയമസഭാ മണ്ഡലം രൂപം കൊണ്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് ഈ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ഒരു പൈലറ്റ് പ്രാസംഗികനായി, ഒരു KSUവിന്റെ പ്രവർത്തകനായി ഈ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ആ പരിചയമാണ് ഈ മണ്ഡലവുമായി ആദ്യമുള്ളത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കഴിഞ്ഞ 4 വർഷക്കാലം പ്രവർത്തിക്കുമ്പോൾ വളരെ സുദൃഢമായി നല്ല ഒരു ആത്മബന്ധം ഇവിടുത്തെ UDFന്റെ പ്രവർത്തകരുമായിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉജ്ജ്വലമായ വിജയമാണ്, കേരളത്തിൽ നാം പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് നേടിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആയിട്ടാണ് നമ്മൾ അതിനെ കണ്ടത്. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. 16-ൽ 16 സീറ്റും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം. തവനൂരിൽ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തിൽ 7ലും നമുക്ക് ജയിക്കാൻ കഴിയും. തൂത്തുവാരി പെറുക്കിയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ നമ്മളെ ഐക്യ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരിക, ആ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടെന്ന ദൗത്യം നമ്മൾ ഇവിടെ UDFന്റെ കൺവെൻഷനിൽ ഈ കൂടിയിരിക്കുന്ന ആളുകൾ, UDFന്റെ ഏറ്റവും വലിയ കേഡർമാർ, നിങ്ങൾ ലീഡർമാർ, നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി സമയമാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും ഒരു പ്രസ്ഥാനമായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ നമ്മൾ തുടർച്ചയായി പരാജയപ്പെട്ടു. ഇവിടെ മുജീബ് സൂചിപ്പിച്ചതുപോലെ കപ്പിനും വിളിപ്പിനും ഇടയിലാണ് പലപ്പോഴും നമുക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടു പോയത്. ഈ സീറ്റ് നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാകും. ഈ മണ്ഡലത്തിൽ ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇറങ്ങുമ്പോ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുക. ഈ കൊടും വേനലിൽ കുടിവെള്ളത്തിന് വേണ്ടി കേടുകയാണ് തവനൂരിലെ പാവപ്പെട്ട ജനങ്ങൾ. നമ്മൾ ഓർക്കണം, ഈ 3 പഞ്ചായത്തിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. ഭാരതപ്പുഴ പോലെയുള്ള ഒരുപാട് പുഴകളും നദികളുമുള്ള ഈ പ്രദേശം നദികളാൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ് തവനൂർ നിയോജക മണ്ഡലം. അവിടെ കുടിവെള്ളക്ഷാമം എങ്ങനെയാണ് സംഭവിച്ചത്? ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ എണ്ണം പറഞ്ഞ അഴിമതികളിലൊന്നായി അടയാളപ്പെടുത്തേണ്ടുന്ന ഏറ്റവും വലിയ അടച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അഴിമതി കഥയാണ്. UDF അധികാരത്തിൽ വന്ന കഴിഞ്ഞ 10 വർഷം മൂടി വെച്ചിരിക്കുന്ന ഈ അഴിമതി പർവം നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ളം ഒട്ടിച്ച പദ്ധതിയായി പദ്ധതി മാറിയിരിക്കുക. കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെല്ല് വിളയുന്ന നിരങ്ങളിലുള്ള നമ്മുടെ ഈ പൊന്നാനി ഈ പ്രദേശങ്ങളിലെ കർഷകരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കിയ ദുരിതത്തിലാക്കിയ പദ്ധതിയായി ചമ്രവട്ടം പദ്ധതിയിലെ ചോർച്ചയെന്ന് മാറിയിരിക്കുക. ആ ചോർച്ച അടയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2 വിജിലൻസ് കേസുകൾ വന്നിരിക്കുക. വലിയ അഴിമതിയാണ്. ആ ചമ്രവട്ടം പദ്ധതി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച ചമ്രവട്ടം പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിരിക്കുകയാണ്. അതിന് ഉത്തരവാദികളായ ആളുകളെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യേണ്ടുന്ന തെരഞ്ഞെടുപ്പായി മാറണം. തവനൂരിൽ അനന്തമായ വികസന സാധ്യതകളുണ്ട്. ആ വികസന സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. കഴിഞ്ഞ ദിവസം പെരുന്നാൾ ദിവസം നമ്മൾ കണ്ടു 10,000-ങ്ങളാണ് കാറ്റുകൊള്ളാൻ നമ്മുടെ കടപ്പുറത്തേക്ക് തീരപ്രദേശത്തേക്ക് എത്തുന്നത്.
ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷനുകളുള്ള സ്പോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ സ്നേഹപാത എന്ന് പറയുന്ന ഒരു പാർക്ക് ഉണ്ടാക്കി ആ പാർക്ക് ഇന്ന് നമ്മുടെ ഈ മണ്ഡലത്തിലെ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഒരു ശ്മശാന കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുക. ഒരുപാട് നല്ല പദ്ധതികൾക്കുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുക. അബ്ദുള്ള കുട്ടിയാക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോ നമ്മുടെ പടിഞ്ഞാറക്കരയിൽ കൊണ്ടുവന്ന ആ പദ്ധതി പോലെ ഒരുപാട് പദ്ധതികളും തുടർ വികസനങ്ങളും തവനൂർ ആഗ്രഹിക്കുക. തവനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനമില്ലായ്മ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം അത് തവനൂർ നിയോജക മണ്ഡലമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ മാത്രം 5 പോലീസ് സ്റ്റേഷനാണ്. 5 പോലീസ് സ്റ്റേഷൻ. ഈ തവനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും കൊണ്ടുവരാൻ ഇവിടെ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ വികസന രംഗത്ത് എണ്ണം പറഞ്ഞ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഈ തവനൂരിൽ ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ സഹായിക്കണമെന്ന് നാട്ടിലെ ജനങ്ങളോട് നമ്മൾ തുറന്നു പറയണം. തവനൂർ ഒരു മാറ്റം ആഗ്രഹിക്കുക. കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുക. 10 വർഷക്കാലം ഈ നാട് ഭരിച്ച് ഈ നാടിനെ മുടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ക്ഷേത്ര നഗരമാണ് ഈ പറയുന്ന നമ്മുടെ തൃപ്രങ്ങോട്. എത്രയോ ക്ഷേത്രങ്ങളുള്ള ക്ഷേത്രവിശ്വാസികളുള്ള മണ്ണാണ്, മണ്ഡലമാണ് ഈ മണ്ണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങൾ, അവിടുത്തെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയി ചെണ്ടുപാളികളാണെന്ന വ്യാജേനെ കോടികൾ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പറയുന്നു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അവിടെ ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യം വന്നുവെന്ന് സുപ്രീം കോടതി കേരളത്തെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് അവിടെ പരാജയമാണ്. അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുക. ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഈ രാജ്യത്തിലെ ജനങ്ങളെ വിഭജിക്കുവാൻ പല തട്ടുകളിലാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്. വർഗീയമായി രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, നമുക്കിടയിലുള്ള പാരസ്പര്യത്തിന്റെ പാലങ്ങൾ തകർത്ത് പരസ്പര സ്പർദ്ധ വളർത്താൻ, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ, NRC കൊണ്ടുവരാൻ, നടപ്പിലാക്കാൻ, SIR കൊണ്ടുവരാൻ, വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം പോലും അറുത്തു മാറ്റാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരെയൊക്കെ പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഇത് പ്രിയപ്പെട്ടവരെ 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് നമ്മുടെ നാട് നാളെ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഒരു മഹത്തായ യുദ്ധമാണ്, പോരാട്ടമാണ്. ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അരയും തലയും മുടക്കി ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി രംഗത്തിറങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് 24 മണിക്കൂറും ഇടതടവില്ലാതെ, ഇടവേളകളില്ലാതെ നിങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു സാധാരണ കൂടപ്പിറപ്പായി, ഒരു മകനായി, സഹോദരനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, എനിക്ക് വേണ്ടി വെയിലുകൊണ്ട് വീട് കയറി വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും നിങ്ങൾക്ക് പലകുളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് വരുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം. തവനൂർ മണ്ഡലത്തിൽ UDFന്റെ അഭിമാനവും അസ്തിത്വവും നമുക്ക് ഉയർത്തിപ്പിടിക്കണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ഹൃദയകവാടത്തിൽ കൈകളമർത്തി വളരെ വിനയത്തോടെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമം, ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ യുദ്ധവിരുദ്ധ റാലി ലോകത്ത് അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ആളുകളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇറാനിൽ മരിച്ചു വീഴുന്ന പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, അവിടുത്തെ പരമോന്നത മതനേതാവുകളെ, പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ്. ആ യുദ്ധത്തിനെതിരായിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവരക്കെതിരായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന സമാധാനത്തിന്റെ പക്ഷത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ യുദ്ധവിരുദ്ധ റാലിയിൽ നിങ്ങൾ എല്ലാവരും അണിനിരക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിച്ചു.